ഹരിശരണം, ഗുരുവായൂരപ്പ ശരണം. നമ്മള് പറഞ്ഞുകൊണ്ട് വരുന്നത് 73-ാം ദശകത്തിലെ 4 ശ്ലോകം വരെ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു. അതിൽ ബാക്കി 5-ാമത്തെ ശ്ലോകത്തിൽ മുതല് ഇന്ന് പറയാൻ പോവാണ്. 5-ാമത്തെ ശ്ലോകത്തില്, അതായത് ഭഗവാനെ ഇങ്ങനെ പോവാനുള്ള യാത്രയാണ്. അപ്പൊ ഒരു കൂട്ടുകാരനെ പറഞ്ഞയച്ച കഥയാ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. നിങ്ങളെ ഞാൻ ഉടനെ തന്നെ തിരിച്ചു വന്ന് നിങ്ങളെയൊക്കെ ആനന്ദിപ്പിച്ചോളാം എന്നുള്ള ആ കൂട്ടുകാരൻ പറഞ്ഞാണത്. അത് കഴിഞ്ഞപ്പോ സവിഷാദപരം സയാജ്ഞമുച്ചി, അവളെല്ലാവരും വളരെ വളരെ ദുഃഖം സഹിക്കാൻ വയ്യാത്ത ദുഃഖത്തില് അതിദൂരം വനിതാഭിരഭ, ഭഗവാൻ ഇങ്ങനെ തേരിൽ കയറി നമുക്ക് നോക്കാത്ത ആ ഗോപസ്ത്രീകളെല്ലാം നിരന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഭഗവാൻ അതാ യാത്ര പോവുക, ആ തേലിലേക്ക് കയറി പോവുക. അപ്പൊ ഭഗവാൻ അവരെ നോക്കണ്ട, അവരിങ്ങനെ ഭഗവാനെ നോക്കിക്കൊണ്ട് ആ കരഞ്ഞും കൊണ്ട് തന്നെ അപ്പോഴും ഇരിക്കണത്. അതാ ഞങ്ങളുടെ ജീവൻ പോണു എന്നുള്ള മട്ടില്. ഇത് ഈ കൂട്ടുകാരൻ പറഞ്ഞിട്ട് അവർക്ക് സമാധാനമൊന്നും ആയിട്ടില്ല. അത് നമ്മുടെ ജീവനാതാ പോകുന്നത്. അപ്പൊ അവരത് നോക്കിക്കൊണ്ട് മൃദുതദ്ദിശി പാതയൻ അപാങ്കാൻ സബലോ ക്രൂര, ബലരാമനോടുകൂടി അക്രൂര രഥത്തിൽ കയറി ഭഗവാൻ അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവരെ തിരിഞ്ഞു നോക്കണ്ടട്ടോ ഭഗവാൻ. അതാണ് ഇവരുടെയോ അനസാബഹുലേന വല്ലവാന. ഈ ശരിക്കും ഈ തേരോടുമ്പോ തേരിനെക്കാട്ടിലും ദൂരത്തിൽ അവരുടെ ഹൃദയം സഞ്ചരിച്ചത്, അവരുടെ മനസ്സും കൊണ്ടാ ഭഗവാൻ പോയത്. അതാ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. മനസ്സ് അവരുടെ ആ ഭഗവാന്റെ ഒപ്പം അവരുടെ മനസ്സും എല്ലാം പോയി കഴിഞ്ഞു. ഇവര് വെറും ഒരു ജീവശവങ്ങള് പോലെ, വെറും ഒരു ശരീരം പോലെ, ഒന്നുമില്ല അതിൻ്റെ ഉള്ളെന്നുള്ളത്. എല്ലാം അവരുടെ ഭഗവാന്റെ കൂടെ പോയേ. മനസ്സാച്ചാനുഗതോധ വല്ലഭാനം. ഈ ഗോപസ്ത്രീകളുടെ മനസ്സും കവർന്നുകൊണ്ടാ ഗുരുവായൂരപ്പൻ്റെതാ പോക്ക്. വനമാത്ത മൃഗം, ആ വനത്തിലുള്ള എല്ലാ മൃഗങ്ങളും, എല്ലാ മൃഗങ്ങളും കരയാത്രേ. അവരൊക്കെ കരഞ്ഞും കൊണ്ട് മാത്രല്ല, വിഷണ്ണ വൃക്ഷങ്ങള് പോലും ഒരു സങ്കട രൂപത്തിലായിരിക്കണത്. അവിടുത്തെ വൃക്ഷങ്ങള് നമുക്കിപ്പോ വൃന്ദാവനത്തിൽ ഇപ്പോഴും പോയാൽ ആ ഭഗവാൻ അവിടെ ഉണ്ടെന്ന് നമുക്ക് അനുഭവപ്പെടും. ശരിക്കും അവിടുത്തെ വൃക്ഷങ്ങൾ പോലും കരച്ചില് പോലെ അത്രയും സങ്കടത്തോടു കൂടി നിൽക്കുക. വിഷണ്ണ വൃക്ഷം സമതീതോ. എന്നിട്ട് അവരെ ആ കരപ്പിച്ചും കൊണ്ട് ഭഗവാൻ പോവാണ്. പോയിട്ട് പെട്ടെന്ന് യമുനാ തീരത്ത് എത്തിച്ചേർന്നു. അത് കടന്നിട്ട് വേണം മധുരയിലേക്ക് കടക്കാൻ. അപ്പൊ തിരിച്ചു പോണത് എത്ര വേഗ പോടെ നമുക്ക് കാണാം. അക്രൂരിന് ഇങ്ങോട്ട് വന്നത് എത്ര പതുക്കെയാ. ഇപ്പൊ യമുനാ തീരത്ത് എന്നിട്ട് യമുനാ തീരത്ത് എത്തിച്ചപ്പോ അക്രൂറിന് ഒരു വിചാരമുണ്ട്. ശരാ, ഈ ഭഗവാൻ ഇനി അവിടെ ചെന്ന് ഈ ശ്രീകൃഷ്ണനെ അവര് വധിക്കുവോ കംസൻ, ഞാൻ എന്താ ചെയ്യാ? അപ്പൊ അക്രൂറിന് അത് മനസ്സിലാക്കി കൊടുക്കണം. ഇത് വെറും കൃഷ്ണനൊന്നും അല്ല, ദേവകീ നന്ദനനോ അല്ലെങ്കിൽ യശോദാനന്ദനോ ഒന്നുമല്ല, സാക്ഷാൽ പരബ്രഹ്മം, സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിട്ട് വിഷ്ണു, മഹാവിഷ്ണു തന്നെയാണ്. ഇത് സാക്ഷാൽ നാരായണനാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് ഭഗവാൻ ഒരു ഉദ്ദേശമുണ്ട്. ആ സമയത്ത് അങ്ങനെ മനസ്സിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും അക്രൂർ ഉച്ച സമയത്ത്, മധ്യാഹ്ന സമയത്ത് സന്ധ്യാവന്ദനത്തിനായിട്ട് ആ യമുനാ നദിയിലേക്ക് ഇറങ്ങി. അപ്പൊ അവിടെ ഇറങ്ങി ശരിക്കും വിവശോചനിക്കും നിതം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താൽ. അവിടെ ചെന്നപ്പോ വെള്ളത്തിന്റെ ഉള്ളില് ഭഗവാനെ കാണുക. അക്രൂരിനെ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിക്കഴിഞ്ഞപ്പോ അവിടെ ഇറങ്ങി കണ്ണു തിരിച്ചു നോക്കി. പിന്നെ പെട്ടെന്ന് മുങ്ങിക്കഴിഞ്ഞപ്പോ അവിടെ വെള്ളത്തിന്റെ ഉള്ളിൽ ഭഗവാൻ തിരിച്ച് പൊങ്ങി നോക്കിയപ്പോ അവിടെ ഇരിക്കണു. അപ്പൊ വീണ്ടും മുങ്ങിയപ്പോഴാണ് ആ ശരിയായ ദർശനം അക്രൂരിന് കിട്ടിയത്. അപ്പൊ അക്രൂരിന്റെ ഒരു സ്തുതിയുണ്ട് ആ ഭാഗവത്തിൽ കാണാൻ. ആ സ്തുതി അതായത് ശരിക്കും ദശാവതാരം മുഴുവൻ ചൊല്ലി സ്തുതിക്കുന്ന ഒരു സ്തുതിയുണ്ട് അക്രൂരിന്റെ. അതൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം ചൊല്ലിയാലും നമുക്ക് മതിയാവില്ലാത്ത സ്തുതികളാ. ശരിക്കും ഭാഗവത്തിന്റെ ഏറ്റവും വലിയൊരു മഹത്വം അത് തന്നെയാ. നാരായണത്തില് ആ ഒരു ഭാഗങ്ങളൊന്നുമില്ല, സ്തുതിച്ചു എന്ന് മാത്രമേ പറയുള്ളൂ. ആ സ്തുതി നമുക്ക് വായിക്കണമെങ്കിൽ ഭാഗവതം തന്നെ വായിക്കണം തീർച്ചയായിട്ടും. അത് എപ്പോഴെങ്കിലും നമുക്കൊരു ഇത് കിട്ടുമ്പോ, മനസ്സിന് വിഷമോ ബുദ്ധിമുട്ടുകളോ വരുമ്പോ തീർച്ചയായിട്ടും ഇങ്ങനത്തെ സ്തുതികൾ എടുത്തിട്ട് അതെടുത്ത് വായിച്ചു നോക്കൂ. വളരെ ആനന്ദം നമുക്ക് തോന്നും. അപ്പൊ ഇതിങ്ങനെ വായിച്ചു പോണത് പലപ്പോഴും ഇതൊരു യാന്ത്രികമായിട്ട് വായിച്ചു പോവാ നാരായണീയം അല്ലെ. അങ്ങനെ പാടില്ല. ഇതിൽ ഓരോ ശ്ലോകത്തിലും പ്രത്യക്ഷ കൃഷ്ണയേവഹി ശ്രീമദ് ഭാഗവതാഖ്യോയം, അതുപോലെ തന്നെയാണ് ശ്രീമദ് നാരായണീയാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയാണ് ഈ നാരായണീയവും. അപ്പൊ ഭാഗവത്തിന്റെ ഈ സ്തുതികളുണ്ട് ഓരോ ഭാഗത്തും വരുന്നത്. അപ്പൊ ഈ അക്രൂരന്റെ ഒരു സ്തുതിച്ചുണ്ട്. സതതാ പരമാത്മ സൗഖ്യ സിന്ധു, പരമാത്മ സൗഖ്യത്തിൽ മുഴുകിപ്പോയി അത്ര അക്രൂരനെ ആ കാഴ്ച കണ്ടപ്പോ. അതായത് ഭഗവാൻ ആ ശരിക്കും ആ അനന്തശായിയായിട്ട് ശംഖചക്ര ഗദാ പത്മധാരിയായിട്ടുള്ള ഭഗവാന്റെ ദർശനം, വൈകുണ്ഠ ദർശനമാണ് അക്രൂരൻ വെള്ളത്തിന്റെ ഉള്ളിൽ കണ്ടത്. അതാണ് അതിലങ്ങോട്ട് മുഴുകി വിനിമഗ്ന പ്രണുവൻ പ്രകാരഭേദ, ധാരാളം നല്ല സ്തുതിയൊക്കെ സ്തുതിച്ചു കഴിഞ്ഞ് അവിലോക്ക് പിന്നെ പുറത്തേക്ക് വരിക സന്തോഷത്തോടെ. ഹർഷസിന്ധു,
അതായത് കടലിൽ വെള്ളത്തിൽ മുങ്ങി, മാത്രല്ല ഹർഷസിന്ധുവില് ആനന്ദ സമുദ്രത്തിൽ മുങ്ങി കുളിച്ചിട്ട് അക്രൂരൻ പുറത്തേക്ക് വരുമ്പോ ഭഗവാൻ തേരിലുണ്ട്. തേരിൽ എങ്ങനെ ഇരിക്കണേ അറിയോ? ആ ബലരാമന്റെ മേലെ ഇങ്ങനെ കൈയും വെച്ച് കിടക്കാത്രേ. അപ്പൊ എന്താ ഈ സാക്ഷാൽ അനന്തന മേത്ത് കിടക്കണ പോലെ തന്നെ. അപ്പോഴാ അക്രൂരൻ ദർശനം. അപ്പോഴാണ് മനസ്സിലാവണം ഇത് ഞാൻ വിചാരിക്കണമൊന്നും അല്ലല്ലോ. അപ്പോഴും പെട്ടെന്ന് മറന്നുപോയി ഇതൊക്കെ. അതാണ് പിന്നെയും അക്രൂർ ഉള്ളിൽ ഭയമുണ്ട്. അതാണ് മായ എന്ന് പറഞ്ഞാൽ അപാരമാണ് ഭഗവാന്റെ മായ. എന്നാലും അക്രൂർ ഒരു സമാധാനം, ഒരു സന്തോഷം കിട്ടി. പേടിക്കാനൊന്നുമില്ല. ഞാനൊന്നും വിചാരിച്ചിട്ടൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കംസനൊന്നും ചെയ്യുമൊന്നുമില്ല, ഇത് സാക്ഷാൽ നാരായണനാണെന്നുള്ള പോലെ അവിടെ ബലരാമന്റെ മേലിങ്ങനെ കിടക്കാത്രേ. മടിയിൽ കിടന്നുകൊണ്ട് സാക്ഷാൽ അനന്തന്റെ മേത്ത് ശയിച്ചും കൊണ്ടിരിക്കണം. ആ ഭഗവാന് തേരിന്റെ ഉള്ളിൽ കാണുക. എന്നിട്ട് ഇങ്ങനെ മേലൊക്കെ കുളിര് കോരിട്ടാ വരണേ പുറത്തേക്ക്. ആ ഒരു ആനന്ദത്തിൽ മുങ്ങി കുളിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോ ഭഗവാൻ ചിരിക്കുക. അവിടെ നിന്നിട്ടേ, എന്താ അക്രൂരച്ച, വെള്ളത്തിൽ നല്ല തണുപ്പായിരുന്നു അല്ലേ? ഭഗവാന്റെ ചോദ്യം. ഈ ഒരു ചോദ്യത്തോടു കൂടി അക്രൂരൻ മായയിൽപ്പെട്ടു. അതാണ് ഭഗവാൻ ഇങ്ങനെ നമുക്ക് പെട്ടെന്നാണ് നമ്മൾ വിചാരിക്കും, നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനും അവിടെ എത്തി എന്നൊക്കെ വിചാരിക്കും. പെട്ടെന്ന് കഴിഞ്ഞു. ആ ഒരു നിമിഷം ഉണ്ടാവുള്ളൂ നമുക്ക് ഈ ഒരു ആനന്ദം. അത് കഴിഞ്ഞ് നമ്മളിതൊക്കെ മറന്നുപോയി, പിന്നെ നമുക്ക് ദുഃഖമായി അല്ലെ? അപ്പൊ അക്രൂരനോട് ഉടനെ ചോദിക്കുക, എന്താ വെച്ചത് വെച്ചാ ഭയങ്കര തണുപ്പായിരുന്നു അല്ലേ വെള്ളത്തിന്? അതാണ് കിമ ശീതളിമാ മഹാഞ്ജലേയത് വിളകോസാവിധി ചോദിതേന ചോദിക്കാം. മേത്തൊക്കെ കുളിര് പൊതിയിട്ടല്ലോ, മേത്തൊക്കെ തണുത്തിട്ടാണല്ലേ, നല്ല തണുപ്പായിരുന്നു അല്ലേ വെള്ളത്തിന്? ഇത്ര തണുപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അക്രൂരൻ എന്താ മറുപടി പറയാ? അതിഹർഷ നിരുത്തരേണ. ഒന്നും മിണ്ടില്ല അത്ര അക്രൂരനെ. ആ ആനന്ദത്തിൽ മുഴുകിയിട്ട് ഒരക്ഷരം മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോ ഗുരുവായൂരപ്പന് വളരെ സന്തോഷായി ഇല്ലേ? ഈ സന്തോഷമായിരിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാ? ഉടനെ ഒരു നമസ്കാരം, ഗുരുവായൂരപ്പ അല്ലെ, ഹർഷ നിരുത്തരേണ സാർത്ഥം രഥവാസി പവനേശ പാഹിമാംതോ. ഇതാണ് നാരായണത്തിന്റെ ഒരു മഹത്വം. ഓരോ ദശകത്തിലും അവസാനിക്കുമ്പോ ആ ഭഗവാൻ ഏത് ഇതിലായിരിക്കണേ അതിലങ്ങോട്ട് സന്തോഷിച്ച് ആരാണോ ചെല്ലുന്നത് ആ ആളെ ഭഗവാൻ, ആൾക്കല്ലല്ലോ അവിടെ സ്ഥാനം അല്ലെ? ഭട്ടേരിപ്പാട് ഇത് എഴുതി അദ്ദേഹം ആ മോക്ഷം കിട്ടി അദ്ദേഹം പോയി. നമ്മളൊക്കെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ നമുക്കൊക്കെ വേണ്ടി വച്ചിട്ടുള്ള ഒരു വസ്തുവാണ്, ഒരു സാധനം തന്നെ, അല്ലെങ്കിൽ ഒരു നമുക്ക് കൈ കിട്ടിയ ഒരു സമ്മാനം തന്നെ, ഏറ്റവും വലിയൊരു സ്വത്താണ് ഇതൊക്കെ. അപ്പൊ ഇത് നമ്മളും ചെല്ലുമ്പോ നമുക്കും ഉണ്ടാവില്ലേ ഒരു സന്തോഷം? തീർച്ചയായിട്ടും. കാരണം എന്താ? ഗുരുവായൂരപ്പൻ സന്തോഷിച്ചിരിക്കുക. ഗുരുവായൂരപ്പന്റെ ഭക്തനെ അനുഗ്രഹിച്ച ഭാഗം പറയുമ്പോ ഗുരുവായൂരപ്പൻ സന്തോഷത്തിലിരിക്കുക. അപ്പൊ എന്താ വേണ്ടേ? സന്തോഷമായിട്ടിരിക്കുമ്പോ നമ്മൾ പോയി നമസ്കരിക്കുക. പറയില്ലേ, ഉച്ചപൂജ നട തുറന്നാൽ ആ ഗുരുവായൂർ ഉച്ചപൂജ നടന്നു സർവാലങ്കാര പൂജകളൊക്കെ കഴിഞ്ഞ് നട തുറന്ന് അങ്ങോട്ട് ചോദിക്കുമ്പോ എല്ലാം തരുത്രേ. എല്ലാവരും പറയാറുണ്ട് മഹാത്മാക്കള് ആ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന് തൊഴുന്നത് വളരെ വിശേഷമാണ്. അപ്പൊ ചോദിച്ചു, ഇതുപോലെയാണ് ഒരു ഉച്ചപൂജ കഴിഞ്ഞിരിക്കുന്ന സമയം. കാരണം എന്താ? ഈ അക്രൂരനെ അനുഗ്രഹിച്ച് അക്രൂരന് വേണ്ട എല്ലാ അനുഗ്രഹവും കൊടുത്ത് തന്റെ ഏറ്റവും വലിയ ഭക്തന അക്രൂരൻ. ആ ഒരു സമയത്ത് നമുക്കും നമസ്കരിക്കാം അദ്ദേഹത്തിന്. ഗുരുവായൂരപ്പ, ഞങ്ങളെയൊക്കെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറ്റി ഞങ്ങൾക്കൊക്കെ ആനന്ദം തരണേ, അവിടത്തെ മറന്നിട്ട് ഒരു നിമിഷം ഞങ്ങൾക്ക് ആർക്കും തരലേ. എന്ത് വേണേ ചോദിച്ചോ അതിന്റെ കൂട്ടത്തില്. അതായത് എന്റെ കുട്ടിയുടെ അഡ്മിഷനോ അല്ലെങ്കിൽ എന്റെ അസുഖമോ അല്ലെങ്കിൽ വേറൊന്നോ എല്ലാം ചോദിക്കാം. പക്ഷെ ഒന്ന് തീർച്ചയാക്കിയിട്ട് ചോദിക്കുക, എനിക്ക് വേണ്ടതേ ഭഗവാൻ തരുള്ളൂ എന്നുള്ള ആ ഉറപ്പോടുകൂടി നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഏറ്റവും നല്ല അവസരമാണ് നാരായണത്തിൽ കൂടെ ഭഗവാനിലേക്ക് എത്താൻ ശ്രമിക്കുക. നമ്മൾ പതുക്കെ പതുക്കെ അതിലേക്ക് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂരപ്പ ശരണം, ഹരിശരണം.